الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും എല്ലാവരോടുമായി ഒന്നാമതായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാരായ മുജദ്ദിദുകളുടെ ചരിത്രം വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക് റഹിമഹുമുല്ലാ ഇവരുടെയെല്ലാം ചരിത്രം നാം സവിസ്തരം വിവരിക്കുകയുണ്ടായി. ഇന്ന് നാം മദ്ഹബിലെ ഇമാമുമാരിൽ നാലാമത്തെ ഇമാമായ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ നാലാമത്തെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ വിശദീകരിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും ഇത്തരം ചരിത്രത്തിൽ നിന്നുള്ള സമകാലികമായ പാഠങ്ങളെ ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ ഖുതുബയുടെയും ആമുഖമെന്നോണം നമ്മൾ പറയാറുണ്ട്, എന്തിനാണ് ഈ മുജദ്ദിദുകളുടെ വിശേഷിച്ചും ഇമാമുമാരുടെ ചരിത്രം നമ്മൾ വിശദീകരിക്കുന്നത്? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജനങ്ങളെ അറിയിക്കുകയും അതിൻ്റെ മുന്നോടിയായി സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത യഥാർത്ഥ പണ്ഡിതന്മാരായിരുന്നു അവർ. അത്തരം അഇമ്മത്തിനെ സംബന്ധിച്ച്, അവരുടെ മഹത്വത്തെ സംബന്ധിച്ച് ഖുർആൻ തന്നെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വചനമാണ് സൂറ അസ്-സജദയിൽ നിന്ന് നാം ഓതിവെച്ചത്. അള്ളാഹു പറയാൻ, وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ. ഇസ്രായേലിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, അവരിൽ നിന്ന് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു അഇമ്മത്തൻ, ഇമാമുമാരെ. അത് മുസ്ലിം സമാജത്തിനും ബാധകമാണ്. അല്ലാഹു അവരിൽ നിന്ന് പണ്ഡിതന്മാരായ നായകന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു, ഇമാമുമാരെ നിശ്ചയിച്ചിരിക്കുന്നു.
അവർ ചെയ്യുന്നത് എന്താണ്? യഹ്ദൂന ബി അംരിനാ ലമ്മാ സ്വബറൂ. അല്ലാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുക. അതാണ് അവർ നിർവഹിക്കുന്ന ദൗത്യം. അവർ ക്ഷമിച്ചപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഇമാമുമാരെ അവരിൽ നിന്ന് നാം നിശ്ചയിക്കുകയുണ്ടായി. വകാനൂ ബി ആയാതിനാ യുഖിനൂൻ. അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ദൃഢബോധ്യമുള്ളവരായിരുന്നു. ക്ഷമ കൈകൊള്ളുന്ന, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ദൃഢബോധ്യമുള്ള, അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജനങ്ങളെ നയിക്കുന്ന പണ്ഡിതന്മാരെ അവരിൽ നിന്ന് നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയാൻ. അതിന്റെ വിശദീകരണമാണ് ഓരോ ഖുത്ബയിലും നമ്മൾ പറഞ്ഞ മുജദ്ദിദുകളുമായി ബന്ധപ്പെട്ട ഹദീസ്. ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു ഈ സമുദായത്തിലും മുജദ്ദിദുകളെ നിയോഗിക്കും. അത്തരത്തിലുള്ള അഇമ്മത്തുൽ മുജദ്ദിദുകളിൽ ഓരോരുത്തരുടെ ചരിത്രമാ പറഞ്ഞത്. ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്. ഇപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം ഷാഫിഈയുടെ ചരിത്രവുമായി ധാരാളം സമാനതകൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിലുണ്ട്. അനാഥനായിട്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ബാല്യകാലം മുതൽ തുടങ്ങുന്നത്. മാതാവിന്റെ സംരക്ഷണത്തിലായിരുന്നു. പിതാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയും ജീവിച്ചത്. തന്റെ 3-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് മാതാവിന്റെ തണലിലും മാതാവിന്റെ ചിട്ടയാർന്ന സംരക്ഷണത്തിലുമായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ജീവിതം. ഇമാം അഹ്മദ് റഹിമഹുല്ല തന്റെ മാതാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഹഫ്ളത്നി ഉമ്മിയൽ ഖുർആന വ ഉംരി 10 സനവാത്ത്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ തന്നെ എന്റെ മാതാവ് എനിക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തന്നു എന്ന. തുടർന്ന് അദ്ദേഹം പറയാണ്, 10 വയസ്സായപ്പോ മാതാവ് എന്നെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തുകയും പ്രഭാത നമസ്കാരത്തിന് മുമ്പ് എനിക്ക് വെള്ളം ചൂടാക്കി തരികയും ചെയ്തു. അങ്ങനെ എൻ്റെ മാതാവ് എന്നെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു എന്ന് വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ പണ്ഡിതന്മാര്, ചരിത്രകാരന്മാര് പറയുന്നുണ്ട്, വകാനത്ത് തഗത്താ ബിഹിജാബിഹാ. അദ്ദേഹത്തിന്റെ മാതാവ് ഹിജാബ് ധരിച്ചുകൊണ്ട് വതദ്ഹബു മഅഹു ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് ബാലനെ കൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ മാതാവ് ഹിജാബ് ധരിച്ചുകൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയി വിടുമായിരുന്നു. പള്ളിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമായിരുന്നു. ലിയന്നൽ മസ്ജിദ് ബഈദുൻ വലിയന്ന ത്വരീക മുളിമ. പള്ളി വളരെ അകലെയായിരുന്നു, വഴിയെല്ലാം തന്നെ ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് 10 വയസ്സുള്ള ആ ബാലനെ ഫജ്ർ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ല തന്നെ വിശദീകരിക്കുകയാണ്, ഫലമ്മാ ബലഗതു സാദിസത അശ്റ മിൻ ഉംരി ഖാലത് ലി ഉമ്മി. എനിക്ക് 16 വയസ്സായപ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, ഇദ്ഹബ് ഫീ ത്വലബിൽ ഹദീസ് ഫഇന്ന സഫറ ഫീ ത്വലബിൽ ഹദീസ് ഹിജ്റത്തുൻ ഇലല്ലാഹിൽ വാഹിദിൽ അഹദ്. നീ ഹദീസ് തേടിക്കൊണ്ട് പുറപ്പെടണം. നിശ്ചയം ഹദീസ് തേടിക്കൊണ്ട്, വിജ്ഞാനം തേടിക്കൊണ്ടുള്ള പുറപ്പാടെന്ന് പറയുന്നത് ഏകനായ അല്ലാഹുവിലേക്കുള്ള പലായനമാണ്. അതുകൊണ്ട് ഹദീസ് തേടിക്കൊണ്ട് നീ പുറപ്പെടണം എന്ന് 16 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു. മാതാവിന്റെ നല്ല ഉപദേശങ്ങൾ, നല്ല ശിക്ഷണം, അതിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ വളർന്നത്. മക്കൾക്ക് സാരോപദേശം നൽകിക്കൊണ്ട് അവരെ വളർത്തണം എന്ന പാഠമാണ് ഈ ചരിത്രത്തിലെല്ലാം, ഇമാം ഷാഫിഈയുടെ ചരിത്രത്തിലും ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ ചരിത്രത്തിലുമെല്ലാം നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ,
ആ മാതാവിന്റെ സാരോപദേശങ്ങൾ തന്റെ ജീവിതത്തിൽ ഉടനീളം ഇമാം അഹ്മദ് ബിൻ ഹംബൽ പ്രാവർത്തികമാക്കി. തന്റെ ജന്മദേശമായ ബഗ്ദാദിൽ മാത്രം വിജ്ഞാനാന്വേഷണം കൊണ്ട് പരിമിതപ്പെടാതെ ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിജ്ഞാനം തേടി അദ്ദേഹം പുറപ്പെട്ടു. അതോടൊപ്പം തന്നെ ഹിജാസ്, തിഹാമ, യമൻ, അവിടെയെല്ലാം വലിയ വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. അവിടേക്കെല്ലാം വിജ്ഞാനം തേടി പുറപ്പെട്ടു. ഇൽമിൽ മാത്രമല്ല, തഖ്വയിലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ ലോകത്തിന് മാതൃകയാണ്. ചില ആളുകൾക്ക് അറിവുണ്ടാകും, പക്ഷെ അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കില്ല. അങ്ങനെ ഒരു പണ്ഡിതനെയല്ല ഇമാം അഹ്മദിലൂടെ നമ്മൾ വായിക്കുന്നത്. തഖ്വയിലും അദ്ദേഹം മാതൃകയാണ്. തഖ്വയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത് വറഅാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ്, വറഅ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മതയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ അതിസൂക്ഷ്മതയാണ് നമ്മൾ കാണുന്നത്. ഭരണാധികാരികളിൽ നിന്നുള്ള സമ്മാനങ്ങൾ അദ്ദേഹം തിരസ്കരിച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിജ്ഞാനാന്വേഷണവുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോ വഴിയിൽ വെച്ച് പണമൊക്കെ തീർന്നു പോകും. പണമുണ്ടായിരുന്നില്ല കാര്യമായി. പണം തീർന്നു പോകുമ്പോ പലപ്പോഴും വിവിധ ഭരണാധികാരികളിൽ നിന്നുള്ള സമ്മാനങ്ങൾ അദ്ദേഹത്തിനെത്തും. പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചിരുന്നില്ല. ഭരണാധികാരികളുടെ സമ്മാനങ്ങളിൽ പലതും ചേരാനിടയുണ്ട് അവരുടെ പണത്തിൽ. അവയിൽ ഭൂരിഭാഗവും അക്രമത്തിലൂടെയും അതുപോലെ തന്നെ പിടിച്ചുപറിയിലൂടെയും ഒക്കെ അവർ സമ്പാദിച്ചതാവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ ജീവിതത്തിൽ ഉടനീളം ഭരണാധികാരികളിൽ നിന്ന് സമ്മാനം സ്വീകരിക്കാതിരിക്കുക എന്ന നിലപാടാണ് കൈകൊണ്ടത്. ഭരണാധികാരികളിൽ നിന്ന് ഒരിക്കലും സമ്മാനം സ്വീകരിക്കരുത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കേവലമായിട്ടുള്ള തഖ്വയല്ല ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ആത്മീയത എന്ന് പറയുന്നത്. തഖ്വയിൽ നിന്ന് വറആയിട്ട് മാറിയിരുന്നു. വറആവണം ഒരു വിശ്വാസിയുടെ തഖ്വ. വറഇലേക്ക് വികസിക്കുവാൻ വിശ്വാസി ശ്രമിക്കണം എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിൻ. നിശ്ചയം അനുവദനീയമായ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, നിഷിദ്ധമായ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. അനുവദനീയവും നിഷിദ്ധവും വളരെ വ്യക്തമാണ്. എന്നാൽ വബൈനഹുമാ മുസ്തബിഹാത്ത്, ആ അനുവദനീയത്തിന്റെയും നിഷിദ്ധത്തിന്റെയും ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അധിക ആളുകൾക്കും അവ്യക്തമായ കാര്യങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാട് എന്തെന്നറിഞ്ഞുകൂടാ. അതല്ലെങ്കിൽ അവ്യക്തമായ കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള വിശദീകരണം അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു വശത്ത് ഹറാമുണ്ട്, ഒരു വശത്ത് ഹലാലുമുണ്ട്. ഈ ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ തീർച്ചപ്പെടുത്താനും നിർണയിക്കാനും സാധിക്കാത്ത ചില മുസ്തബിഹാത്തുകൾ ഉണ്ട്. ഉണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അധിക ആളുകൾക്കും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമനിത്തക ശുബഹാത്തി ഫഖദ് ഇസ്തബറ അല ദീനിഹി വഇർളിഹി. ശുബഹാത്തുകളിൽ നിന്നും ഈ അവ്യക്തമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ജാഗ്രത നിങ്ങൾക്ക് വേണം. അങ്ങനെ നിങ്ങൾ അവ്യക്തമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിന്നാൽ, അങ്ങനെ അകന്നു നിൽക്കുന്നയാൾ അയാളുടെ ദീനിന് വേണ്ടി, അയാളുടെ അഭിമാനത്തിന് വേണ്ടിയാണ് അയാളത് ഒഴിവാക്കിയിട്ടുള്ളത്. വമൻ വഖഅ ഫിശ്ശുബഹാത്തി വഖഅ ഫിൽ ഹറാം. എന്നാൽ അവ്യക്തമായ കാര്യങ്ങളെ ഒരു ഭയവുമില്ലാതെ സ്വീകരിച്ചു കഴിഞ്ഞാലോ അയാൾ നിഷിദ്ധത്തിൽ പെട്ടുപോകാനുള്ള സാധ്യതയേറെയാണ്. അത് പ്രവാചകന്റെ ഒരു വചനമാണ്. ശുബ്ഹാത്തുകളെ, അവ്യക്തമായ കാര്യങ്ങളെ കൈവെടിയുക എന്നുള്ളത്. സംശയാസ്പദമായ കാര്യങ്ങളെ കൈവെടിഞ്ഞുകൊണ്ട് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക എന്നതാണ് അതിസൂക്ഷ്മത എന്ന് പറയുന്നത്. ആ അതിസൂക്ഷ്മതയുടെ നിലപാടായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമ്മാനം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, സമ്മാനം അദ്ദേഹം സ്വീകരിക്കാതെയും ഇരുന്നിട്ടില്ല. പക്ഷെ അഴിമതിക്കാരുടെ സമ്മാനം സ്വീകരിച്ചുകൂടെന്ന ജാഗ്രതയാണ് അദ്ദേഹം സ്വീകരിച്ചത്.
അദ്ദേഹം കൈകൊണ്ടത്. അതേസമയം തന്നെ സമ്മാനം സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു നന്മയുണ്ട്, നല്ല കാര്യമാണത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദൗ തഹാബു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയകൾ, സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുക എന്നോ. ആ നിലപാട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനും ഉണ്ടായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഒരാളിൽ നിന്നും സംസം ജലം ഹദിയായി സ്വീകരിച്ചിരുന്നു. മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തിന് അക്രോട്ടും ഉണക്കമുന്തിരിയും സമ്മാനമായി നൽകി. ഇതേ അയൽവാസിക്ക് തന്നെ അദ്ദേഹം ശർക്കരയും കാരക്കയും അങ്ങോട്ടും സമ്മാനമായി കൊടുത്തിരുന്നു. സഹോദരങ്ങളെ, മറ്റു മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദാരിദ്ര്യഘട്ടത്തിലും കൂടുതൽ ഉദാരത കൈകൊള്ളാൻ സാധ്യമായ മഹാനായ പണ്ഡിതനായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന് പ്രയാസമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പരിഗണിക്കുക. നമ്മൾ പറഞ്ഞു, നമ്മൾ വിശദീകരിച്ച ആ മഹാന്മാരുടെ, മിക്ക മഹാന്മാരുടെയും ചരിത്രത്തിൽ അത് വരുന്നുണ്ട്. ആ ഒരു നിലപാട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്കും ഉണ്ടായിരുന്നു. ഒരിക്കൽ അബൂ സഈദ് എന്ന പേരുള്ള കണ്ണു കാണാത്തൊരു മനുഷ്യൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാസം അവതരിപ്പിച്ചപ്പോ, ഇവിടെ ഇത് മാത്രമാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരത്തടി അദ്ദേഹത്തിന് നൽകിയെന്നാണ്. ഒരു മരത്തടി നൽകി. ആ മരത്തടി ആ മനുഷ്യൻ വിറ്റപ്പോൾ 9 ദിർഹമും 2 ദീനാറും ലഭിച്ചു അത്രേ. വേറൊരു സന്ദർഭത്തിൽ യഹ്യ ബിൻ ഹിലാൽ വറാഖ് എന്ന പേരുള്ള ഒരു ദരിദ്രൻ ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ അടുക്കൽ വന്നുകൊണ്ട് തന്റെ പ്രയാസം പറഞ്ഞു. ഇമാം അഹ്മദ് റഹിമഹുല്ല അയാൾക്ക് 4 ദിർഹം നൽകി. ആ 4 ദിർഹം നൽകിയപ്പോ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ അടുക്കൽ പണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത്. ഈ ഒരു ദാനധർമ്മത്തിന്റെ സമീപനം, പ്രയാസമുള്ള ഘട്ടത്തിലും ദാനം ചെയ്യുക, അതാണ് യഥാർത്ഥത്തിലുള്ള ഉദാരതയുടെ അടയാളം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ദാനധർമ്മത്തെയാണ് പ്രവാചകൻ കൂടുതലായും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൂതരെ, അയ്യു സദഖത്തി അഅ്ലമു അജ്റാ, ഏത് ദാനധർമ്മത്തിനാണ് കൂടുതൽ പുണ്യം ലഭിക്കുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത സ്വദ്ദഖ വ അൻത സ്വഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖറ വ തഅമലുൽ ഗിനാ. നീ ദാനം ചെയ്യുമ്പോൾ നീ ആരോഗ്യമുള്ള അവസ്ഥയിൽ ദാനം ചെയ്യുക. നിനക്ക് സാധിക്കുന്ന കാലത്ത്, നിനക്ക് ആരോഗ്യമുള്ള കാലത്ത് നീ ദാനം ചെയ്യുക. ഷഹീഹ്, പണം നിനക്ക് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ നീ ദാനം ചെയ്യുക. പണം നിനക്ക് അത്യാവശ്യമുള്ള, നിനക്ക് ആരോഗ്യമുള്ള ഘട്ടത്തിൽ നീ ദാനം ചെയ്യുക. തഖ്ശൽ ഫഖറ വ തഅമലുൽ ഗിനാ, നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയും ഐശ്വര്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ദാനം ചെയ്യുക. അപ്പോൾ ദാനം ചെയ്യുന്നതിനാണ് കൂടുതൽ പുണ്യം. അതല്ലാതെ നിന്റെ റൂഹ് തൊണ്ടക്കുടിയിൽ എത്തുന്ന ആ ഘട്ടത്തിൽ നീ പറയാണ്, എന്റെ ഇന്നാലിന്റെ സ്വത്ത് ഇന്നാലിന്നയാൾക്കാണ്, അത് നീ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് നിന്റെ മരണത്തോടുകൂടി ഓരോരുത്തർക്കായി മാറിയിരിക്കുന്നു. നിനക്ക് ആരോഗ്യമുള്ള, അതോടൊപ്പം സമ്പത്ത് നിനക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഘട്ടത്തിൽ ദാനം ചെയ്യലാണ് ഏറ്റവും വലിയ ഉദാരത എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരം ദാനധർമ്മത്തിന്റെ ജീവിതം കൊണ്ടുള്ള അടയാളപ്പെടുത്തലായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ കർമ്മമാർഗം എന്ന് പറയുന്ന സഹോദരങ്ങളെ. വിനയമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിൽ നിന്ന് വിശ്വാസികൾ പകരേണ്ടുന്ന മറ്റൊരു മാതൃക എന്ന് പറയുന്നത്. ഒരിക്കൽ മാർക്കറ്റിൽ വന്നു, അപൂർവമായിട്ട് അദ്ദേഹം വരാറുള്ളൂ. ബഗ്ദാദിലെ മാർക്കറ്റിൽ വന്നുകൊണ്ട് ഒരു ചുമട് വിറകെടുത്തുകൊണ്ട് തന്റെ ചുമലിൽ വഹിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ കണ്ടപ്പോ ആളുകൾ സലാം പറയുന്നുണ്ട്. അവര് പറഞ്ഞു, ആ പണ്ഡിതവര്യനോട് അവര് പറഞ്ഞു, ഈ വിറക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വഹിച്ചു കൊള്ളാം, നിങ്ങളത് വഹിക്കണ്ട. അദ്ദേഹം പറഞ്ഞു, നഹ്നു ഖൗമുൻ മസാക്കീൻ, നമ്മൾ പാവപ്പെട്ട ആളുകളാണ്, നിങ്ങൾ എന്താ പറയുന്നത്? ഞാനത് വഹിച്ചാൽ എന്താ, നമ്മൾ പാവപ്പെട്ടവരാണ്. ലൗലാ സതറല്ലാഹു ലഫ്തലഹ്നാ, നമുക്കൊക്കെ ഒരുപാട് കുറവുകളുണ്ട്. നമ്മുടെ കുറവുകൾ പടച്ചവൻ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ മാന്യന്മാരായിട്ട് ഇവിടെ ജീവിക്കുന്നത്. നമ്മുടെ കുറവുകളെങ്ങാനും
അല്ലാഹു വെളിപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ നമ്മുടെ മാനം കെട്ട് പോയേനാ. അതുകൊണ്ട് നമ്മളൊക്കെ ജനങ്ങളിൽ ഒരുവനാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുക. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ പേര് ആരിം ഇബ്നു ഫളൽ എന്ന, ഇമാം അഹ്മദ് റഹിമഹുല്ലയോട് അദ്ദേഹത്തിന്റെ ഗോത്രം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ മാതാവും പിതാവും അറബികളാണ്. പക്ഷെ അദ്ദേഹം തന്റെ ഉറൂബത്ത് കൊണ്ട്, അറബിത്വം പറഞ്ഞുകൊണ്ട് എവിടെയും പൊങ്ങച്ചം നടിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ആരിം ഇബ്നു ഫളൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, താങ്കൾ അറബിയാണെങ്കിൽ അറബികളിൽ ഏത് ഗോത്രത്തിൽപ്പെട്ടയാളാണ്? ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ. അറബിക്ക് അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ലെന്നാണ് പ്രവാചക പാഠം. ആ പാഠത്തെ അന്വർത്ഥമാക്കുന്ന ഒരു മറുപടിയായിരുന്നു ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്. നഹ്നു ഖൗമുൻ മസാക്കീൻ, ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങളൊക്കെ സാധുക്കളാണ് എന്ന മറുപടി. അതാണ് വിനയത്തിന്റെ മറുപടി എന്ന് പറയുന്നത്. ആദ്യമായി കണ്ടുമുട്ടിയ വേളയിൽ ഇമാം അഹ്മദിന്റെ ശിരസ് ചുംബിക്കുവാൻ ഒരാൾ മുന്നോട്ട് വന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ല പ്രതികരിച്ചത് എന്താണ്? ഞാനൊന്നും അതിനായിട്ടില്ല മനുഷ്യ എന്നാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. ആ കാലഘട്ടത്തിൽ ബഗ്ദാദിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ ഒരാൾ അദ്ദേഹം പറയാൻ. സഹോദരങ്ങളെ, അതാണ് വിനയം. അവിടെ നിന്ന് നമ്മൾ പകരേണ്ടുന്ന, മാതൃകയാക്കേണ്ടുന്ന വിനയം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരടിമയും വിനയം കാണിക്കുന്നില്ല, ആ വിനയത്തിലൂടെ അല്ലാഹു തആല അടിമയുടെ പദവികൾ ഉയർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, വിനയത്തിലും അവിടുന്ന് മാതൃകയാണ്. അതോടൊപ്പം തന്നെ വിരക്തിയിൽ, സുഹദിൽ മാതൃകയാണ്. വിരക്തിയിൽ ലോകത്തിന് മാതൃകയാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൈവശം ഒരു ദീനാറിന്റെ അംശമുണ്ടെങ്കിലും അദ്ദേഹത്തിന് സന്തോഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ കൈവശം ഒന്നുമില്ല, ഒരു ദീനാറിന്റെ അംശം മാത്രമേ എന്റെ കയ്യിലുള്ളൂ, എങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറാണ്, ഞാൻ സന്തുഷ്ടനാണ്. അഹ്മദ് റഹിമഹുല്ലയുടെ ഗുരുവര്യന്മാരിൽ ഒരാളായിരുന്നു പ്രസിദ്ധനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അദ്ദേഹം വലിയ ജ്ഞാനിയാണ് എന്നതോടൊപ്പം തന്നെ സമ്പന്നൻ കൂടിയായിരുന്നു. ഈ പാവപ്പെട്ട തന്റെ ശിഷ്യനെ ഒന്ന് സഹായിച്ചാൽ കൊള്ളാം, ഇമാം അഹ്മദിനെ സഹായിച്ചാൽ കൊള്ളാം എന്ന് അദ്ദേഹത്തിന് തോന്നുകയും ഇമാം അഹ്മദിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന അർത്ഥത്തിൽ ധാരാളം സഹായങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ തുടക്കത്തിൽ തന്നെ ഇമാം അഹ്മദ് അതിനെ തടയുകയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അറിവ് മാത്രം മതി, വിജ്ഞാനം മാത്രം മതി, പണം വേണ്ട. അതായിരുന്നു ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ നിലപാട്. കഠിനമായ ദാരിദ്ര്യം കൊണ്ട് അദ്ദേഹത്തിന് കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കടം തിരിച്ചു കൊടുത്തപ്പോ ഒരു ധനികനത് വാങ്ങാൻ കൂട്ടാക്കിയില്ല എന്നാ ചരിത്രം. തിരിച്ചു വാങ്ങാൻ ഉദ്ദേശിച്ചല്ല ഞാൻ താങ്കൾക്ക് നൽകിയ, താങ്കളെപ്പോലെ വലിയൊരു പണ്ഡിതൻ, ആ പണ്ഡിതന് സമ്മാനം എന്ന മനസ്സോടുകൂടിയാണ് ഞാൻ നൽകിയത്, തിരിച്ചു വാങ്ങാനൊന്നും എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. പക്ഷേ ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, അത് തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിവൃത്തിയില്ല, നിങ്ങളത് വാങ്ങിയേ പറ്റൂ. നിങ്ങൾ തിരിച്ചു വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഞാൻ തിരിച്ചു തരാൻ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു അങ്ങയിൽ നിന്ന് സ്വീകരിച്ചത്. സഹോദരങ്ങളെ, മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിച്ച മഹാപണ്ഡിതൻ ആർത്തിയില്ലാതെ ജീവിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തെ പഠിപ്പിച്ചത്. അതും പ്രവാചകനിൽ നിന്ന് പകർന്ന പാഠമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറളി വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുക്കൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവുന്നതിന്റെ പേരല്ല. ധനികത അതല്ലെങ്കിൽ ഐശ്വര്യം, സമ്പന്നമായ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരാളുടെ അടുക്കൽ കുറെ വിഭവങ്ങൾ ഉണ്ടാവുമ്പോഴുള്ള അവസ്ഥയല്ല, മറിച്ച് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നു. മനസ്സിന് മതി എന്നുള്ള തോന്നൽ ഉണ്ടാവണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥ, എനിക്കൊന്നും കിട്ടിയിട്ടില്ലേ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഒരു കാലത്തും ഗിനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യം കൈവരിക്കുവാൻ മനുഷ്യന് സാധിക്കുകയില്ല എന്നുള്ളതാണ്.
അന്നത്തെ ഭരണാധികാരിയായിരുന്ന മഅ്മൂൻ ഒരാളുടെ അടുക്കൽ കുറച്ച് പണം കൊടുത്തിട്ട് പറഞ്ഞു, ഒരുപാട് ഹദീസ് പണ്ഡിതന്മാരുണ്ട് ബഗ്ദാദിലെ മസ്ജിദിൽ, യഖ്സിംഹു അലാ അസ്ഹാബിൽ ഹദീസ്, ഹദീസ് പണ്ഡിതന്മാർക്ക് ഈ പണം നിങ്ങൾ വിഭജിച്ചു കൊടുക്കണം, വിതരണം ചെയ്യണം. ആ മനുഷ്യൻ അവർക്കൊക്കെ വിതരണം ചെയ്തു. പക്ഷേ എല്ലാവരും സ്വീകരിച്ചപ്പോഴും എല്ലാ അഹ്മദ് ബിൻ ഹംബൽ ഫഇന്നഹു അബാ, അഹ്മദ് ബിൻ ഹംബൽ ഒഴികെ എല്ലാവരും സ്വീകരിച്ചു എന്നാ പറഞ്ഞത്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല വിസമ്മതിച്ചു. ഭരണാധികാരികളിൽ നിന്നും സമ്മാനങ്ങൾ കൈപ്പറ്റുന്നത് അദ്ദേഹം സ്വീകരിച്ചതിന്റെ കാരണം എന്തായിരുന്നുവെന്ന് നമ്മൾ അദ്ദേഹം നിരസിച്ചതിന്റെ, തിരസ്കരിച്ചതിന്റെ കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ വിശദീകരിച്ചു. ഭരണാധികാരികളിൽ നിന്നും എന്തുകൊണ്ട് അദ്ദേഹം സമ്മാനങ്ങൾ കൈപ്പറ്റിയില്ല? അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട് പിൽക്കാലത്ത് വലിയ പ്രസിദ്ധനായിട്ട് അദ്ദേഹം മാറി. പക്ഷേ ഒരു ഘട്ടത്തിലും പേരും പെരുമയും അതുണ്ടാക്കാൻ വേണ്ടി കൃത്രിമമായിട്ടൊന്നും ആ മഹാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിൽക്കാലത്ത് വിശേഷിച്ചും അദ്ദേഹത്തിന്റെ മരണശേഷം അത് കൂടുതലായി അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നെങ്കിലും അദ്ദേഹം ജീവിതകാലത്ത് അതൊന്നും വേണ്ട എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഭരണാധികാരികളിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിച്ചു, സമ്പന്നരിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിച്ചു. വലിയ വിജ്ഞാന സദസ്സുകൾ അദ്ദേഹം സംഘടിപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തിന് വിജ്ഞാന സദസ്സുണ്ടായിരുന്നു ബഗ്ദാദിലെ മസ്ജിദിൽ. ബഗ്ദാദിലെ ജുമാ മസ്ജിദിലുള്ള അദ്ദേഹത്തിന്റെ വിജ്ഞാന സദസ്സിൽ എല്ലാ ദിവസവും 5000-ൽ പരം വരുന്ന ആളുകൾ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഭൂരിപക്ഷം ആളുകളും ദരിദ്രരായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു. ദരിദ്രർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും അധികം അന്തസ്സ് ലഭിച്ചിരുന്ന സദസ്സായിരുന്നു മദ്ഹബിന്റെ ഇമാമുമാരിൽ 4-മത്തെയാളായിരുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ വിജ്ഞാന സദസ്സ് എന്ന് പറയുന്നത്. മർവസി റഹിമഹുല്ല പറയാണ്, പ്രസിദ്ധനായ പണ്ഡിതൻ മർവസി റഹിമഹുല്ല പറയാണ്, ലം അറൽ ഫഖീറ ഫീ മജ്ലിസിൻ അഅസ്സ മിൻഹു ഫീ മജ്ലിസി അഹ്മദ് കാന മാഇലൻ ഇലൈഹിം. ഇമാം അഹ്മദിന്റെ മജ്ലിസിൽ, വിജ്ഞാന സദസ്സിൽ ദരിദ്ര ജനകോടികൾക്ക് ലഭിച്ച ഒരു അന്തസ്സുണ്ട്, ഒരു ഇസ്സത്തുണ്ട്. അത്തരം ഒരു ഇസ്സത്ത്, അന്തസ്സ് വേറൊരു സദസ്സിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. കാന മാഇലൻ ഇലൈഹിം, ദരിദ്രരിലേക്ക് ഏറെ ചേർന്ന് നിൽക്കുന്ന പണ്ഡിതനായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. സഹോദരങ്ങളെ, അനാവശ്യമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്നില്ല. ഒന്ന് വിജ്ഞാന സദസ്സിന് നേതൃത്വം കൊടുക്കാൻ, പിന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് എന്തിനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ പുത്രൻ അബ്ദുള്ള റഹിമഹുല്ല പറയാണ്, ലം യറഹു അഹദുൻ ഇല്ലാ ഫിൽ മസ്ജിദി ഔ ഫീ ഹുദൂരി ജനാസത്തിൻ ഔ ഇയാരത്തി മരീദുൻ. ജനങ്ങൾ അദ്ദേഹത്തെ പള്ളിയിലല്ലാതെ കണ്ടിരുന്നില്ല. ഒന്നുകിൽ മസ്ജിദിൽ കാണും, അതല്ലെങ്കിൽ ജനാസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കാണും, നമസ്കാരവും മറ്റു കാര്യങ്ങളുമൊക്കെ നിർവഹിക്കാൻ അദ്ദേഹം ഉണ്ടാവും. അതല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കുന്ന കാര്യത്തിൽ കാണും. രോഗി സന്ദർശനം, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മസ്ജിദിൽ, ഈ മേഖലയിലല്ലാതെ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. വകാന യക്റഹുൽ മശ്യ ഫിൽ അസ്വാഖ്, വകാന യക്റഹുൽ മശ്യ ഫിൽ അസ്വാഖ്. അങ്ങാടിയിലൂടെ അനാവശ്യമായി നടക്കുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല വെറുത്തിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് മാതൃകകൾ നമുക്ക് പഠിക്കാൻ മാത്രമല്ല ജീവിതത്തിൽ പകർത്താൻ, നമ്മളെ ഓരോരുത്തരെയും പരിഷ്കരിക്കുവാൻ, നവീകരിക്കുവാൻ ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ ജീവിതത്തിൽ നിന്നുണ്ട്. സഹോദരങ്ങളെ, ആരാധനാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശുഷ്കാന്തി അദ്ദേഹം പുലർത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാണ്, വകാന ലാ യത്റുകു സൗമൽ ഇസ്നൈനി വൽ ഖമീസി വ അയ്യാമൽ ബീദ്. അദ്ദേഹം തിങ്കളാഴ്ചത്തെ, വ്യാഴാഴ്ചത്തെ, അതുപോലെ തന്നെ അയ്യാമുൽ ബീദിലെ നോമ്പൊന്നും ഉപേക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ എല്ലാ അറബ് മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ. ഈ നോമ്പുകൾ, തിങ്കളാഴ്ച നോമ്പ്, അതുപോലെ വ്യാഴാഴ്ച നോമ്പ്, ഇതൊക്കെ ഐച്ഛികമായ സുന്നത്തായ നോമ്പുകളാണ്. അതൊക്കെ ജീവിതത്തിൽ പതിവാക്കി എന്ന് പറയാണ് അദ്ദേഹത്തെ കുറിച്ച്. ഇമാം മർവസി റഹിമഹുല്ല പറയാണ്, ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ കണ്ടു, യഖൂമു ലിവിർദിഹി ഖരീബൻ മിൻ നിസ്ഫിൽ ലൈലി ഹത്താ യുഖാരിബ സഹർ. അദ്ദേഹം അർദ്ധരാത്രി മുതൽ പ്രഭാതം വരെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിലായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടും.
അർദ്ധരാത്രി മുതൽ പ്രഭാതം വരെ അള്ളാഹുവിന്റെ ദിക്റിലും വിർദിലും കഴിഞ്ഞുകൂടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ പലപ്പോഴും ഞാൻ കാണാറുണ്ടായിരുന്നുവെന്ന് ഇമാം മർവസി റഹിമഹുല്ല പറയാൻ. സ്വന്തം കാര്യം മാത്രമല്ല, അള്ളാഹിനോട് ചോദിക്കുമ്പോ എല്ലാ ആളുകൾക്കും അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു ചോദിക്കുമായിരുന്നു. രാത്രിയുടെ അന്തിയാമങ്ങളിൽ പടച്ചവനോട് ചോദിക്കും, അദ്ദേഹം ആളുകൾക്ക് വേണ്ടി ചോദിക്കും. അദ്ദേഹത്തിന്റെ പുത്രൻ അബ്ദുല്ലാ റഹിമഹുല്ല പറയാണ്, സമിഅതു അബി യദ്ഉ ലി അഖ്വാമിൻ ബിഅസ്മാഇഹിം വകാന യുക്സിറു ദുആഅ വയഖ്ഫി. എന്റെ പിതാവിനെ ഞാൻ കേട്ടു, അദ്ദേഹം ആളുകൾക്ക് വേണ്ടി അവരുടെ പേരെടുത്ത് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ഇമാം അഹ്മദ് ആളുകൾക്ക് അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ പടച്ചവനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. വകാന യുക്സിറു ദുആഅ വയഖ്ഫി. അദ്ദേഹം ധാരാളം പ്രാർത്ഥിക്കും, പക്ഷേ വല്ലാണ്ട് ഒച്ചപ്പാടും ബഹളവുമില്ലാതെ ആയിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. മെല്ലെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടുവെന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ അബ്ദുല്ലാ റഹിമഹുല്ല പറയാൻ. സഹോദരങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് ധാരാളം ചിന്തിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയാൽ, പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തയാൽ മുഴുകും. മരണത്തെ സംബന്ധിച്ചുള്ള ചിന്തയാൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ ദിനരാത്രങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടും. അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുന്ന വേളയിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ ദുക്കിറത്തിൽ മൗതു ഹാന അലയ്യ കുല്ലു അംരി ദുനിയ. മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ വന്നു കഴിഞ്ഞാൽ ദുനിയാവിലെ എല്ലാ കാര്യവും എനിക്ക് നിസ്സാരമായി തോന്നും. കാരണം ദുനിയാവെന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് ദിവസങ്ങളാണ്, വളരെ കുറച്ച് കാലമാണ്. അതുകൊണ്ട് മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ വന്നാൽ ഉടനെ ദുനിയാവ് എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി അനുഭവപ്പെടും എന്നാണ്. സഹോദരങ്ങളെ, ഒരിക്കലിങ്ങനെ അദ്ദേഹം ഇരുന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുത്രൻ അബ്ദുല്ലാ റഹിമഹുല്ല അദ്ദേഹത്തെ കണ്ടു. ഒരു ഇരുട്ടുമുറിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് കരയുകയാണ്. പ്രിയ പിതാവേ, നിങ്ങൾക്ക് എന്തു പറ്റി? പുത്രൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, യാ ബുനയ്യ അതഫക്കറു ഫിൽ ഖബരി വഅഹ്വാലിഹി അതഫക്കറു ഫിൽ യൗമിൽ ആഖിർ. ഞാൻ ഖബറിനെ സംബന്ധിച്ച് ചിന്തിച്ചു, ഖബറിലെ ഭീകരതയെ സംബന്ധിച്ച് ചിന്തിച്ചു. ഞാൻ പരലോകത്തെ ഭീകരതയെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് സങ്കടം അടക്കാനാവാതെ കരയേണ്ടി വന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ ജീവിതം അതായിരുന്നു. സഹോദരങ്ങളെ, മഹാനായ പണ്ഡിതൻ, വിജ്ഞാനത്തിലും തഖ്വയിലുമെല്ലാം വിശ്വാസികൾക്ക്, ലോകത്തുടനീളമുള്ള വിശ്വാസികൾക്ക്, എന്നെന്നും വരാൻ പോകുന്ന വിശ്വാസികൾക്ക് മാതൃകയാവുന്ന ഒരു ജീവിതം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇമാം അവറുകൾ ലോകത്തോട് വിട പറഞ്ഞത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗുരുവര്യന്മാരിൽ ഒരാളാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഘട്ടത്തിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഖറജതു മിൻ ബഗ്ദാദ് ഫമാ ഖല്ലത്തു ബിഹാ റജുലൻ നഫ്വല വലാ അഅലമ വലാ അഫ്ഖഹ വലാ അത്ഖാ മിൻ അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബലിനേക്കാൾ ബഗ്ദാദിൽ ശ്രേഷ്ഠതയുള്ള, വിജ്ഞാനമുള്ള, കൂടുതൽ കർമ്മശാസ്ത്രം അറിയുന്ന, ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബഗ്ദാദ് വിട്ടു പോരുമ്പോൾ ബഗ്ദാദിൽ അഹ്മദ് ബിൻ ഹംബലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള, അഹ്മദ് ബിൻ ഹംബലിനേക്കാൾ ജ്ഞാനമുള്ള, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയേക്കാൾ കർമ്മശാസ്ത്രം അറിയുന്ന, അതിലുപരിയായി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയേക്കാൾ തഖ്വയുള്ള ഒരാളെയും ഞാൻ ബഗ്ദാദിൽ കണ്ടില്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. സഹോദരങ്ങളെ, ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, നമുക്ക് പകർത്താനുള്ള ധാരാളം പാഠങ്ങൾ ജീവിതത്തിലുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ, നമ്മൾ മറ്റു മദ്ഹബുകളുടെ ഇമാമുമാരുടെ ചരിത്രം പറഞ്ഞതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടായി. മറ്റ് ഇമാമുമാരെക്കാളെല്ലാം കഠിനമായ പ്രതിസന്ധികൾക്കും പരീക്ഷണങ്ങൾക്കും മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല വിധേയമായി എന്നുള്ളതാണ്. അദ്ദേഹം ഭരണകൂടത്തോടൊന്നും അടുത്ത് ജീവിച്ചിട്ടില്ല. അദ്ദേഹം ഒരിക്കലും തന്നെ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നിലനിൽക്കുന്ന കക്ഷി രാഷ്ട്രീയം എന്ന് പറയുക സാധ്യമല്ല. എന്നാൽ പോലും ആ സംവിധാനത്തോട് കൃത്യമായിട്ട് ഏറ്റുമുട്ടാനൊന്നും അദ്ദേഹം പോയിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് ഭരണകൂടത്തിൽ നിന്നുള്ള വലിയ എതിർപ്പുകൾ ഒരു ഘട്ടത്തിൽ നേരിടേണ്ടി വന്നു. അത് ചരിത്രം കണ്ട തുല്യതയില്ലാത്ത എതിർപ്പുകൾ. അങ്ങനത്തെ ഒരു എതിർപ്പിനും അങ്ങനെയുള്ള പീഡനങ്ങൾക്കും പണ്ഡിതന്മാരിൽ കൂടുതൽ ആളുകൾ ഇരയായിട്ടില്ല എന്ന് ആ പീഡനങ്ങളുടെ കാഠിന്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അബ്ബാസി ഭരണകൂടത്തിൽ ഉയർന്നു വന്ന തെറ്റായ ഒരു വാദഗതിയായിരുന്നു ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട വാദഗതി.
അതല്ലെങ്കിൽ ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള വാദം. യഥാർത്ഥത്തിൽ അത് ജൂതന്മാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദമാണ്. ഇസ്ലാമിന് ആശയപരമായി സംവദിച്ച് തോൽപ്പിക്കാൻ സാധ്യമല്ലെന്ന് ബോധ്യമായ ജൂതന്മാർ ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് ആളുകളിൽ വ്യതിയാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവരുടെ മതപരമായ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന ചില വിവാദ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ മറ്റൊരു സ്വഭാവത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലേക്കും അവരുടെ ഏജന്റുമാർ ഉപയോഗിച്ചുകൊണ്ട് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വാദഗതി ഉണ്ടായത്. അനാവശ്യമായ വാദമാണ്. ആ ചർച്ചയ്ക്കൊരു പ്രസക്തിയുമില്ല, അന്നുമില്ല, ഇന്നുമില്ല, ഒരു കാലത്തുമില്ല എന്നുള്ളതാണ്. ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ള ആ വാദം ഇബ്നുൽ ഐസം എന്ന് പറയുന്ന ജൂതനിൽ നിന്നാണ്. ഇബ്നു ഐസം എന്ന പേരുള്ള ജൂതനിൽ നിന്നായിരുന്നു ഖുർആൻ സൃഷ്ടിവാദം ഉടലെടുത്തതെന്ന് കരുതപ്പെടുന്നു. മുഅ്തസിലികൾ എന്ന് പറയുന്ന ഒരു കക്ഷി പിൽക്കാലത്ത് മുസ്ലിം അവാന്തര വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയുണ്ടായി. യുക്തിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നവർ, പലപ്പോഴും പ്രമാണങ്ങളെക്കാൾ പോലും പ്രാധാന്യം യുക്തിക്ക് കൊടുക്കുന്ന സമീപനങ്ങൾ മുഅ്തസിലികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ അവാന്തര വിഭാഗത്തെ അവരെ നന്നായി പ്രയോജനപ്പെടുത്തി ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട അവരുടെ വാദഗതി പ്രചരിപ്പിക്കുവാൻ ആ കാലഘട്ടത്തിൽ അബ്ബാസി ഭരണാധികാരികളെയും മുഅ്തസിലി ചിന്താഗതി വല്ലാണ്ട് സ്വാധീനിച്ചിരുന്നു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം ഈ വാദഗതിയെ, ഖൽഖുൽ ഖുർആൻ വാദഗതിയെ, ഖുർആൻ സൃഷ്ടിയാണെന്ന വാദഗതിയെ ശക്തമായി പിന്തുണച്ചു എന്ന് മാത്രമല്ല അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു, ഖുർആനെ കുറിച്ച് അങ്ങനെ പറയുക സാധ്യമല്ല. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഖുർആനെ കുറിച്ച് സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നശിച്ചു പോകുമെന്ന് വരും. അത് ഇസ്ലാമിക വിശ്വാസത്തിന്, ഇസ്ലാമിന്റെ അഖീദക്ക് ചേരുന്ന കാര്യമല്ല. അതുകൊണ്ട് ഖുർആനെ സംബന്ധിച്ച് സൃഷ്ടി എന്ന് പറയുക സാധ്യമല്ല. പക്ഷേ ഈ അനാവശ്യ വിവാദത്തിന്റെ വക്താക്കൾ അന്നത്തെ അബ്ബാസി ഭരണാധികാരികളെ നന്നായി സ്വാധീനിച്ചു. അങ്ങനെ ഖലീഫ മഅ്മൂൻ അതിന്റെ പ്രചാരകനായി എന്ന് മാത്രമല്ല, ഈ വാദഗതിയെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഇമാം അഹ്മദ് എന്ന് പറയുന്ന മഹാപണ്ഡിതനെ, മദ്ഹബിന്റെ ഇമാമുമാരിൽ പ്രഗത്ഭനായ പണ്ഡിതനെ പിടികൂടുകയും അദ്ദേഹത്തിന്റെ സൈനികർ ഒരു കുറ്റവാളിയെ പോലെ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ ചെങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ഒട്ടകപ്പുറത്ത് കയറ്റി തർത്തൂസിലെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മഅ്മൂനിന് ശേഷം അധികാരത്തിൽ വന്ന മുഅ്തസിമും ഇതേ വാദഗതിക്കാരനായിരുന്നു. ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള വാദഗതിക്കാരനായിരുന്നു. അദ്ദേഹവും ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ വലിയ പീഡനങ്ങൾക്ക് ഇരയാക്കി. അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ മുഅ്തസിമിന്റെ മുമ്പിൽ ഹാജരാക്കി. ചെങ്ങലയിൽ ബന്ധിച്ചുകൊണ്ടാണ് ഹാജരാക്കുന്നത്. ചെങ്ങലയുടെ ഭാരം കൊണ്ട് പലപ്പോഴും ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ബോധക്ഷയനായി നിലത്ത് വീഴുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ഒരു ഇരുട്ട് റൂമിലിട്ട് അടച്ച് ചമ്മട്ടി കൊണ്ടും ചാട്ടവാറ് കൊണ്ടും ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ ആ ഭരണാധികാരിയും വളരെയേറെ പീഡിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. തുടർന്ന് വന്ന ഭരണാധികാരി വാസിഖായിരുന്നു. വാസിഖ് ഇതേ വാദഗതിക്കാരനായിരുന്നുവെങ്കിലും ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയോട് സംവാദം നടത്തി എന്നതിനപ്പുറത്ത് പീഡനങ്ങൾക്കൊന്നും അദ്ദേഹം മുതിർന്നില്ല എങ്കിൽ പോലും പിൽക്കാലത്ത് വന്ന മുതവക്കിൽ എന്ന പേരുള്ള ഭരണാധികാരി കഠിനമായ പീഡനങ്ങൾക്ക് ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ ഇരയാക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ നീക്കി അടിവസ്ത്രം മാത്രം ബാക്കിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് നന്നായി പ്രകരിച്ചു. മുൻകഴിഞ്ഞ ഭരണാധികാരികളെക്കാളെല്ലാം കഠിനമായി ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പീഡിപ്പിച്ച ഭരണാധികാരി മുതവക്കിലായിരുന്നു. ആ പീഡനങ്ങളുടെ കാഠിന്യം കൊണ്ട് ഒരു ഘട്ടത്തിൽ രോഗിയായി മാറി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. അങ്ങനെ 77-ാമത്തെ വയസ്സിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ അഖീദയെ വികലമാക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ ഏറ്റവും വലിയ തജ്ദീദ് എന്ന് പറയുന്നത്. തജ്ദീദിന്റെ ചരിത്രമാണ്, ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ചരിത്രമാണ് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതിനുവേണ്ടിയാണ്, ഇസ്ലാമിക വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല ആ ത്യാഗങ്ങളെല്ലാം നിർവഹിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിലെ ശരിയായ അഖീദ എന്താണെന്ന് പഠിക്കാൻ നമുക്കും സാധ്യമാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വിശ്വാസത്തിന് നിരക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ളത്. നെല്ലും ബദരും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ ശരിയായ അഖീദയെ ഉൾക്കൊള്ളുകയും അത് തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യമുണ്ടല്ലോ, അത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ തജ്ദീദി ശ്രമങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ കേവലം കർമ്മശാസ്ത്ര പണ്ഡിതൻ മാത്രമല്ല, കർമ്മശാസ്ത്രം മാത്രമല്ല ഇമാം അഹ്മദിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനുള്ളത് തഖ്വയിലും ഈമാനിലും സ്വബറിലും ഇസ്തിഖാമത്തിലും വിനയത്തിലും വിരക്തിയിലും വിജ്ഞാനത്തിലുമെല്ലാം ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല ലോകത്തിന്റെ അതല്ലെങ്കിൽ വിശ്വാസികളുടെ മറ്റ് ഇമാമുമാരെ പോലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇമാമാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس، أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം അല്ലാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖരോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം കുടുംബത്തോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രായമായ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് തഖ്വയും ഈമാനും സ്വബറും ഇസ്തിഖാമത്തും സിബാത്തും അവർക്കും നമുക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദീനിനും സമുദായത്തിനും രാജ്യത്തിനും ഉമ്മത്തിന് പ്രയോജനപ്പെടുന്ന മക്കളാക്കി യുവാക്കളാക്കി നമ്മുടെ യുവാക്കളെ അല്ലാഹു തആല പരിവർത്തിപ്പിക്കുമാറാവട്ടെ, മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാ വഴികേടുകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ, നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബ്. അല്ലാഹുവേ, ഗസയിലെ, റഫയിലെ, ലബനാനിലെ, ലോകത്തെ എല്ലാ ജനസമൂഹങ്ങളെയും, മർദ്ദിതരായ ജനസമൂഹങ്ങളെയും പടച്ചവരെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, മർദ്ദകരെ നീ പരാജയപ്പെടുത്തണമേ റബ്ബ്. അല്ലാഹുവേ, ബൈത്തുൽ മഖ്ദിസിന് നീ സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബ്. അല്ലാഹുവേ, ഖുദ്സിന്റെ മണ്ണിനെ നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ റബ്ബേ. ഞങ്ങളുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അൻ നബി ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വ സ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.